ഇന്ന് വെളുത്തുള്ളി അച്ചാറാണ് തയ്യാറാക്കുന്നത്. 250 ഗ്രാം തൊലി കളഞ്ഞ് വൃത്തിയാക്കിയെടുത്ത വെളുത്തുള്ളിയാണ്. ഇത് ഞാൻ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ചെറുതായിട്ട് കുറച്ചൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ അച്ചാറിടാവുന്നതാണ്. അപ്പോൾ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം 1/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലെണ്ണ ചൂടായി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് 2 പച്ചമുളക് കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 250 ഗ്രാം വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാൻ അരിഞ്ഞ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ വെളുത്തുള്ളി വേവിക്കുന്നില്ല, കുറച്ച് നേരം ഈ എണ്ണയിൽ ഒന്ന് ഇട്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ള ഉലുവയാണ്. ഡ്രൈ ആയിട്ട് വറുത്ത് പൊടിച്ച ഉലുവയാണ്. 1/2 ടീസ്പൂൺ കായവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ വിനാഗിരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ലൂസായിട്ടാണ് നമുക്ക് അച്ചാർ വേണ്ടതെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വെള്ളം ചേർക്കുന്നില്ല. ഇതിപ്പോൾ നമുക്ക് ഈ രീതിയിൽ ഇരിക്കുകയാണെങ്കിലും ഇതൊന്ന് തണുക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആയി മാറും. അതുകൊണ്ട് അതനുസരിച്ച് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിനി നമുക്ക് ഒരാഴ്ച കഴിഞ്ഞ് എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.